വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. അപ്പോൾ നമുക്ക് ഇന്ന് ഏറ്റവും 2026 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച കുറച്ച് PSC എക്സാംസിന്റെ കുറച്ച് ഹിസ്റ്ററി PYQ ക്വസ്റ്റ്യൻസുകൾ നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ PYQ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഏത് ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസുകൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത്, അതിന്റെ ഒരു ക്വസ്റ്റിന്റെ പാറ്റേൺ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ ഏരിയാസ് നമുക്ക് കവർ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഏരിയാസ് കവർ ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് PYQ ക്വസ്റ്റ്യൻസുകൾ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് നോക്കുക. അപ്പൊ ഇത് നമുക്ക് പ്രിസൺ ഓഫീസറിന്റെയും അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന കുറച്ച് എക്സാംസിന്റെ ഒക്കെ PYQs ആണ്. അപ്പൊ നോക്കിക്കോളാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 1904 ഗാന്ധിജി ഡർബാനിൽ നിന്നും ആരംഭിച്ച പത്രം ഏത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം PSCയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഗാന്ധിജിയാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ അറിയാം നമുക്ക് എത്ര ഗാന്ധിജിയുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസുകളാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചേക്കുന്നത്. പല ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, സാധാരണ കോമൺ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഗാന്ധിജി ഡർബനിൽ ആരംഭിച്ച പത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗാന്ധിജിയുടെ ആ ഒരു യുഗം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഗാന്ധിജിയുടെ ആ ഒരു പ്രവർത്തനവും, അതുകൂടാതെ ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരുന്ന ആ ഒരു കാലഘട്ടം, ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷമുള്ള ആ ഒരു കാലഘട്ടം 2 സെക്ഷൻ ആയിട്ട് നിങ്ങളോട് പഠിക്കാം. അപ്പോൾ ഇവിടെ ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം എന്ന് പറയുമ്പോൾ ഏതാണ് അവിടെ വരുന്നത്? ഇന്ത്യൻ ഒപ്പീനിയൻ ആണ് ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം. അത് കറക്റ്റ് ആയിട്ട് ഓർത്തു പോകണം. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന വർഷവുമായി ചേരുംപടി ചേർക്കുക എന്നാണ്. മിക്കവാറും മാച്ച് ഫോളോവിംഗ് എന്ന് പറയുന്ന രീതിയിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതൊന്നെങ്കിൽ ഇന്ത്യയുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ കേരളവുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കാം. കേരളമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ അവിടുത്തെ റിനൈസൻസ് ലീഡേഴ്സും അവർ തുടങ്ങിയ പ്രസ്ഥാനങ്ങളുടെ പേരുകൾ ഇതൊക്കെ ആയിരിക്കാം ചോദിക്കാം. ഇനി ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങള്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അവർ തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ ഏതെല്ലാം, ഇതൊക്കെ ആയിരിക്കും അവിടെ ചോദിക്കുക. അപ്പൊ വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്താലും ചോദിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഓരോ സംഭവങ്ങൾ അതിന്റെ ഡേറ്റുകൾ, ഇത് നമുക്ക് ഇന്ത്യയിലും കേരള ഹിസ്റ്ററിയിലൊക്കെ ചോദിക്കും കേട്ടോ. അങ്ങനെ ഡേറ്റുകൾ നമ്മൾ ചോദിക്കും. അപ്പൊ ഇതും ഇവിടെ കറക്റ്റ് ഓർത്ത് വയ്ക്കാം. അപ്പൊ ഡേറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ബോസ്റ്റൺ ടീ പാർട്ടി, അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, പാരീസ് ഉടമ്പടി, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ഇതൊക്കെയാണ് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഏതായിരിക്കാം? 1B ആണ് അല്ലെ. ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? 1773 ബോസ്റ്റൺ ടീ പാർട്ടി വരുന്നത്. നമുക്കറിയാം തേയിലയുടെ ആ ഒരു അന്യായമായിട്ടുള്ള ആ ഒരു നികുതി, അതിനെതിരെ നമുക്ക് അമേരിക്കയിൽ നടന്ന ഒരു അമേരിക്കൻ പോർട്ടില് നങ്കൂരം ഇട്ടിരുന്ന കപ്പലിൽ റെഡ് ഇന്ത്യന്റെ വേഷം ധരിച്ച് കുറച്ച് ആളുകൾ കയറുകയും അവിടുത്തെ 342 പെട്ടികൾ തേയില കടലിലേക്ക് ഒഴുക്കി വിടുകയും ചെയ്തു. ഇതിനെയാണ് നമ്മൾ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ അതേതാണ്? 1776 ആണ് അല്ലെ. 1776 ആണ്. നമുക്ക് കോണ്ടിനെന്റൽ കോൺഗ്രസ്, അമേരിക്കൻ റവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത് 1774, 1775, 1776 ഈ മൂന്നും കറക്റ്റ് ആയിട്ട് പഠിക്കണം. അപ്പൊ ഈ 1776 അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. നെക്സ്റ്റ് വരുന്നതാണ് പാരീസ് ഉടമ്പടി അല്ലെ. പാരീസ് ഉടമ്പടി വരുന്നത് 1783 പാരീസ് ഉടമ്പടി വരുന്നത്. പാരീസ് ഉടമ്പടി ഓർത്തു വയ്ക്കുക, 1783. ഇതിന്റെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം 1776 അമേരിക്ക സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. കോണ്ടിനെന്റൽ കോൺഗ്രസ് ഓർ ഫിലാഡൽഫിയ കോൺഗ്രസ് എന്ന് പറയും. ഫിലാഡൽഫിയ അതായത് അവിടെ 13ഓളം കോളനീസുകൾ ഉണ്ടായിരുന്നു അല്ലെ. ഇവര് ചേർന്നുള്ള ഒരു അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു അമേരിക്ക സ്വാതന്ത്ര്യമാകാൻ വേണ്ടിയിട്ടുള്ള ഒരു റവല്യൂഷൻ അല്ലെ. അതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇനി നെക്സ്റ്റ് 1776 അമേരിക്ക സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയെങ്കിലും ബ്രിട്ടൻ ഇത് അംഗീകരിച്ചത് 1783 പാരീസ് ട്രീറ്റി പ്രകാരമാണ്. അപ്പൊ ഈ പാരീസ് ട്രീറ്റിയുടെ പ്രകാരം USA എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യം അവിടെ രൂപം കൊണ്ടു. അതൊന്ന് ഓർത്ത് വെക്കണം. നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏതുമായിട്ട് റിലേറ്റ് ചെയ്താണ്? 1789 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ വരുന്നത് അല്ലെ. ഈ 1789 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുമ്പോൾ ഏതുമായിട്ട് റിലേറ്റ് ചെയ്താണ്? ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്താണ് അല്ലെ. ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്താണ്. എന്താ ഇവിടെ നടന്നത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത് നമുക്കറിയാം ലൂയി 16 അല്ലെ. ലൂയി 16 ഐ ആം ദ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ ആളാണ് അല്ലെ. ഐ ആം ദ സ്റ്റേറ്റ്. ഇദ്ദേഹമാണ് ഒരു പുതിയ വർഷങ്ങൾക്ക് ശേഷം ഒരു പുതിയ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു അല്ലെ. എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. അപ്പൊ ഇവിടെ നമുക്കറിയാം
ഇവിടെ നമുക്ക് പാരീസിൽ അല്ലെങ്കിൽ ഈ അപ്പൊ ഇവിടെ നമുക്കറിയാം ഫ്രാൻസിലെ ഒരു എസ്റ്റേറ്റ് വിഭാഗം 3 എസ്റ്റേറ്റ് ടൈപ്പ് ഓഫ് ആണ് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നത് അല്ലെ. പുരോഹിതന്മാര്, പ്രഭുക്കന്മാര്, സാധാരണക്കാരായിട്ടുള്ള കോമൺസ്. അപ്പൊ ഈ സാധാരണക്കാരായ കോമൺസ് അടക്കമുള്ള ലാസ്റ്റ് ആ ഒരു വരുന്നവരെ പ്രത്യേകം അല്ലെങ്കിൽ മാറി ഒരു സമ്മേളനം കൂടാനായി അല്ലെങ്കിൽ എസ്റ്റേറ്റ് ജനറൽ കൂടാനായിട്ടാണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. പക്ഷെ അവിടെയുള്ള കോമൺസ് ആയിട്ടുള്ള ആളുകൾ എന്ത് പറഞ്ഞു? അങ്ങനെ പറ്റില്ല, ഒരുമിച്ച് ചേരണം അല്ലെങ്കിൽ ഒരുമിച്ച് കൂടിച്ചേർന്ന് തീരുമാനം എടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് അല്ലെ. പക്ഷേ അതിനെ എതിർത്തുകൊണ്ട് ലൂയി 16 ആ എസ്റ്റേറ്റ് ജനറലിന്റെ ഹോൾ അടച്ചിടുകയും കാവലേർപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം ഇവിടെയുള്ള ആ ഒരു സമര നേതാക്കൾ അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ആളുകൾ ടെന്നീസ് കോർട്ടിൽ ചെല്ലുകയും അവിടെ വെച്ച് ഒരു പ്രതിജ്ഞ, ഇനി മേലാൽ ഈ ഫ്രഞ്ച് ഗവൺമെന്റിനെ അംഗീകരിക്കില്ല അല്ലെ എന്ന് പറയുകയും അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. ഇതിനാണ് ടെന്നീസ് കോർട്ട് ഒത്ത് എന്ന് വിളിക്കുന്നത്. നടന്നത് 1789 അത് ഓർത്ത് വെക്കണം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഇന്ത്യൻ ഐക്യരാഷ്ട്രസഭ അംഗമായത് എപ്പോൾ എന്നാണ് ചോദിക്കുന്നത്. എന്നാണ് ഇന്ത്യൻ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത്? 1945 ഒക്ടോബർ 30 ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത്. ഇനി ഇവിടെ നിങ്ങൾക്കായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്ത്യ എത്രാമത്തെയാണ് അംഗമായത്? ഇതെല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേക്കണം. എത്രാമത്തെ അംഗരാജ്യമായിട്ടാണ് ഇന്ത്യ ഈ സഭയിൽ UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് എന്ന് കൂടി ഒന്ന് കമന്റ് ചെയ്തേക്കണം. നെക്സ്റ്റ് നോക്കിക്കോളാം. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. ഇത് ഏതിലെ ക്വസ്റ്റ്യൻ ആണ്? അതായത് കേരള റിനൈസൻസിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. കേരള ഹിസ്റ്ററിയിൽ കേരള റിനൈസൻസിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ കേരള റിനൈസൻസിൽ നമ്മൾ ചട്ടമ്പി സ്വാമി മാത്രമല്ല വൈകുണ്ഠസ്വാമി, ശ്രീനാരായണ ഗുരു, അങ്ങനെ ഒത്തിരി അധികം ആളുകളെ നമ്മളിവിടെ പഠിച്ചു പോകണം. അപ്പൊ ഇവരുമായിട്ട് റിലേറ്റ് ചെയ്ത് അവർ തുടങ്ങിയ ഒരു പ്രസ്ഥാനങ്ങൾ ഏതെല്ലാം, അല്ലെങ്കിൽ ഇവരെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്, ഇവര് പ്രധാനപ്പെട്ട ആളുകളെ മീറ്റ് ചെയ്ത സ്ഥലങ്ങൾ ഏതെല്ലാം, വർഷങ്ങൾ ഏതെല്ലാം, ഇനി ഇവരുടെ ആ ഒരു കൃതികൾ ഏതെല്ലാം എന്നൊക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം. അപ്പൊ ആ ഏരിയയിലും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 2 അല്ലെ. അതായത് ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 2 ആണ് അവിടെ വരുന്നത്. സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പ്രാചീന മലയാളം ആദിഭാഷ. ഇതാണ് നമുക്ക് ചട്ടമ്പി സ്വാമി അല്ലെ, ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രാചീന മലയാളം എന്ന് പറയുമ്പോൾ ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്? അതായത് ഇവിടെ ആ ഒരു ജാതിരഹിതമായിട്ടുള്ള ഒരു സമൂഹം, ജാതിരഹിതമായിട്ടുള്ള ഒരു സമൂഹം ഇവിടെ നിലനിന്നിരുന്നു. അപ്പോ ആ ഒരു സമൂഹത്തിന് മുന്നുള്ള, അതായത് ജാതി വരുന്നതിന് മുന്നുള്ള ആ ഒരു സമൂഹത്തെ പറയുന്ന അല്ലെങ്കിൽ അതിനെ പറ്റി പറയുന്ന ഒരു കൃതിയാണ് പ്രാചീന മലയാളം എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ നമുക്കൊരു മിത്ത് ഉണ്ട് അല്ലെ, അതായത് പരശുരാമൻ മഴുവെറിഞ്ഞാണ് കേരളം സൃഷ്ടിച്ചത്. അപ്പൊ അതിനെ ഖണ്ഡിക്കുന്ന ഒരു കൃതിയാണ് പ്രാചീന മലയാളം എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ അദ്ദേഹത്തിന്റെ വേറൊരു കൃതിയാണ് വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം എന്ന് പറയുമ്പോൾ അവർണർക്കും വേദം പഠിക്കാം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അവർണർക്കും വേദം പഠിക്കാം എന്നാണ് പറയുന്നത്. പിന്നെ ഇതിനെ പറ്റിയാണ് നമുക്ക് വിവേകാനന്ദൻ തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോവാഞ്ഞത് നന്നായി എന്നൊക്കെയാണ് നമുക്ക് വേദാധികാര നിരൂപണത്തെ പറ്റി ആര് പറഞ്ഞിരിക്കുന്നത്? വിവേകാനന്ദൻ ഈ കൃതി വായിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. ഈ അഖിലത്തിരുട്ട് എന്ന് പറയുന്നത് ആരുടെയാണ്? അഖിലത്തിരുട്ട് വൈകുണ്ഠസ്വാമിയാണ് അല്ലെ. വൈകുണ്ഠസ്വാമികളുടെയാണ് അഖിലത്തിരുട്ടും അരുൾനൂലൊക്കെ അല്ലെ. അരുൾനൂൽ. പിന്നെ അത് കൂടാതെ നമുക്ക് ചട്ടമ്പി സ്വാമികളുടെ വേറെ കൃതികളൊക്കെ ഉണ്ട്. ഏതൊക്കെയാ? ഒന്ന് ആദിഭാഷ നമ്മൾ പറഞ്ഞു. പിന്നെ ഒന്നാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. ഇത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപത്തിന് എതിരായിട്ട് അല്ലെങ്കിൽ കൗണ്ടർ ആയിട്ട് അദ്ദേഹം എഴുതിയതാണ് മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ക്രിസ്തുമത ഛേദനം. ഇതെന്താണ് ക്രിസ്തുമത ഛേദനം എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ കേരളത്തിലെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ആ ഒരു മത പരിവർത്തനം, അതിനൊക്കെ എതിരായിട്ടാണ് ക്രിസ്തുമത ഛേദനം അദ്ദേഹം എഴുതിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ കൃതികൾ ഓർത്തു വെക്കുക. പ്രാചീന മലയാളം, ആദിഭാഷ, അതുകൂടാതെ വേദാധികാര നിരൂപണം, മോക്ഷപ്രദീപ ഖണ്ഡനം. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ഇവിടെ ഓർത്തു വെക്കണം. ഏതെല്ലാം ആണോ അതെല്ലാം അവിടെ കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കുക. എന്തിനൊക്കെയാണ് പറയുന്നത്, എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് കൂടി അവിടെ ഓർത്തു വെക്കാം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആര് എന്നാണ് ചോദിക്കുന്നത്. ആരായിരിക്കാം? ആനി ബെസന്റ് ആണ് അല്ലെ. അപ്പൊ ആനി ബെസന്റിനെ പറ്റി പറയുമ്പോൾ നമുക്ക് വേറെ ഒത്തിരി കാര്യങ്ങളോട് ഓർത്തു വെക്കണം. എന്തൊക്കെയാണ്? INC അല്ലെ. INCയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് അല്ലെങ്കിൽ വനിതാ അധ്യക്ഷ എന്ന് പറയുന്നത് ആരാണ്? ആനി ബെസന്റ് ആണ്. അത് ഓർത്തു വെക്കണം. പിന്നെ അതുമായിട്ട് ആനി ബെസന്റുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രസ്ഥാനം ഏതെല്ലാം, ഇനി അതിന്റെ പ്രവർത്തനങ്ങൾ ഏതെല്ലാം എന്നൊക്കെ കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡികൾ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായിരിക്കും അവിടെ തെറ്റായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത്? 1ഉം 4ഉമാണ് അല്ലെ. 1ഉം 4ഉം. ആത്മവിദ്യാസംഘം, യോഗക്ഷേമ സഭ. ഇനി യോഗക്ഷേമ സഭ ആരുടെയാണ്? അയ്യങ്കാളുടെയാണോ? അല്ല അല്ലെ. VT ഭട്ടതിരിപ്പാട് അല്ലെ. VT ഭട്ടതിരിപ്പാട്. ദെൻ നെക്സ്റ്റ് ആത്മവിദ്യാസംഘം വരുന്നത് വാഗ്ഭടാനന്ദനാണ് അല്ലെ. വാഗ്ഭടാനന്ദൻ. അപ്പൊ ഇത് ഓർത്ത് വെക്കുക.
ആര്യ സമാജ് പണ്ഡിറ്റ് KP കറുപ്പൻ, പ്രത്യക്ഷ രക്ഷാ ദേവസഭ കുമാര ഗുരുദേവനാണ്. അപ്പൊ ഓരോ ആളുകളുമായിട്ട് റിലേറ്റ് ചെയ്ത് അവരുടെ പ്രസ്ഥാനങ്ങളും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം. ദെൻ നെക്സ്റ്റ് വരുന്ന താഴെ കൊടുത്തിരിക്കുന്നതിൽ 1857 കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് 1857 റിവോൾട്ട് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ അല്ലെങ്കിൽ ഹിസ്റ്ററിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹോട്ട് ടോപ്പിക് ആണ്. നമുക്ക് ഗാന്ധിജി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ നോക്കിക്കേ, ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ്. ഒരു ദിവസം നമ്മുടെ വായിൽ അകപ്പെടാൻ പോകുന്ന ഒരു ചെറിയ അവധിന് വിശേഷിപ്പിക്കപ്പെട്ടു. തോമസ് ജോൺസ് ബാർക്കർ 1859 വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം. 1857 മെയ് 10 മീനറ്റിലാണ് കലാപം ആരംഭിച്ചത്. ഇതിനകത്ത് ഏതായിരിക്കാം ഇവിടെ ശരിയായത് എന്ന് പറയുന്നത്? 2ഉം 4ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അപ്പൊ 1857 മെയ് 10 മീററ്റിലാണ് 1857 റിവോൾട്ട് പൊട്ടിപ്പുറപ്പെട്ടത് എന്നുള്ളത് ശരിയാണ്. ഇനി ഒരു ദിവസം നമ്മുടെ വായിൽ അകപ്പെടാൻ പോകുന്ന ചെറിയായിട്ടാണ് അവിടെയുള്ള അവധ് എന്ന് പറയുന്ന ഏരിയാസിനെ വിശേഷിപ്പിക്കപ്പെട്ടത്. ഇത് പറഞ്ഞത് ആരാണ്? ഡൽഹൌസി ആണ് അല്ലെ. ഡൽഹൌസി ആണ് ഇത് പറഞ്ഞത്. ഇനി തോമസ് ജോൺസ് ബാർക്കർ ആണ് 1859 വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം എന്നുള്ളത് അവിടെ തെറ്റാണ്. ഇൻ മെമ്മോറിയം വരച്ചത് ജോസഫ് നോയൽ പാറ്റൺ ആണ്. ഇനി ജോൺസൺ ബാർക്കർ വരച്ച ചിത്രം ഏതാണ്? റിലീഫ് ഓഫ് ലക്നോ ആണ് അല്ലെ. റിലീഫ് ഓഫ് ലക്നോ ആണ് ജോൺസൺ ബാർക്കർ വരച്ചിരിക്കുന്നത്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കുക. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ സ്ഥിരം ചോദിച്ചു കണ്ടേക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ഇത് ഓർത്തു വെക്കണം. തോമസ് ജോൺസൺ ബാർക്കർ റിലീഫ് ഓഫ് ലക്നോ ആണ്. അത് കൂടാതെ ജോസഫ് നോയൽ പാറ്റൺ ആണ് ഏത് വരച്ചത്? ഇൻ മെമ്മോറിയം വരച്ചത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഓർത്തു പോകണം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കൂടാ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ബന്ധമില്ലാത്തവ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1992 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തലാക്കി. ക്രിപ്സ് ദൗത്യത്തിന്റെ പരാജയത്തെ തുടർന്ന് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1930 മാർച്ച് 12 ഗാന്ധിജിയും അനുയായികളും ദണ്ഡി യാത്ര ആരംഭിച്ചു. ഇതിനകത്ത് ഏതായിരിക്കും ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്? അല്ലെങ്കിൽ ബന്ധമില്ലാത്തവ എന്ന് പറയുന്നത് ഒന്ന് മാത്രം അല്ലെ. ഒന്ന് മാത്രമാണ് ഇവിടെ ബന്ധമില്ലാത്തത്. അതെന്തായിരിക്കാം ബന്ധമില്ലാത്ത വരുന്നത്? ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണോ? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണ് അല്ലെ. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണ്. അതായത് നിസ്സഹകരണ പ്രസ്ഥാനം. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കുക. ബാക്കിയുള്ളതൊക്കെ കറക്റ്റ് ആണ് അല്ലെ. അതായത് ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്നാണ് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത്. അതായത് സ്റ്റഫോർഡ് ക്രിപ്സ്, അതുകൂടാതെ സ്റ്റഫോർഡ് ക്രിപ്സ്, പെത്തിക് ലോറൻസ്, MV അലക്സാണ്ടർ, ഇവർ 3 പേരാണ് ക്രിപ്സ് മിഷൻ ഭാഗമായിട്ട് ആ ഒരു ക്രിപ്സ് മിഷന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ഗാന്ധിജി പറഞ്ഞത് തീയതി വച്ച ചെക്ക് എന്നാണ് ക്രിപ്സ് മിഷനെ പറ്റി അദ്ദേഹം വിശേഷിപ്പിച്ചത്. അപ്പൊ ഇതിന്റെ പരാജയത്തെ തുടർന്നാണ് അദ്ദേഹം എന്ത് തുടങ്ങിയത്? ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം തുടങ്ങിയത്. ഇനി ഇന്റർനാഷണൽ കോൺഗ്രസ് 1929 ലാഹോർ സമ്മേളനത്തില് ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായി. ഇവിടെയാണ് പൂർണ്ണ സ്വരാജ് അല്ലെ. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 1929 ലാഹോർ കോൺഗ്രസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നെക്സ്റ്റ് 1930 മാർച്ച് 12 ഗാന്ധിജി അനുയായികളും ദണ്ഡി യാത്ര ആരംഭിച്ചു എന്നുള്ളതും ശരിയാണ്. ദെൻ നെക്സ്റ്റ് നോക്കിക്കോളാ. ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലൈഫ് വീക്കിലി, സാവോ താവോഫെൻ, ലോങ് മാർച്ച് സണ്യാറ്റ്സൺ, എനിക്ക് ശേഷം പ്രളയം ലൂയി 15, സോഷ്യൽ കോൺട്രാക്ട് വോൾട്ടയർ. ഇതിനകത്ത് ഏതായിരിക്കാം ഇവിടെ ശരിയായ ജോഡി കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് അല്ലെ. 1ഉം 3ഉം. എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്നത് ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്താണ് അല്ലെ. നമ്മൾ ലൂയി 15 പറഞ്ഞിരിക്കുന്നത്. ഇനി ലൂയി 16 പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതായത് ലൂയി 16 പറഞ്ഞിരിക്കുന്നത് ഐ ആം ദി സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞത് അല്ലെ. ഞാനാണ് രാഷ്ട്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ലൂയി 16. ഇനി ദെൻ നെക്സ്റ്റ് ഇവിടെ നമുക്ക് തെറ്റായിട്ടുള്ളത് ഏതൊക്കെയാണ്? അതായത് ലോങ് മാർച്ച് തെറ്റാണ്, സോഷ്യൽ കോൺട്രാക്ട് തെറ്റാണ്. സോഷ്യൽ കോൺട്രാക്ട് വോൾട്ടയർ ആണോ? അല്ല അല്ലെ. റൂസോയാണ് അല്ലെ. റൂസോയാണ് സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇനി ലോങ് മാർച്ച് ആരുമായിട്ട് റിലേറ്റ് ചെയ്താണ്? മാവോ സേതുങ്ങുമായിട്ട് റിലേറ്റ് ചെയ്താണ് അല്ലെ. മാവോ സേതുങ്ങുമായിട്ട് റിലേറ്റ് ചെയ്താണ് ലോങ് മാർച്ച് വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസുകൾ നോക്കിയാൽ അറിയാം നമുക്ക് ഏകദേശം എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ്, മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ കുറച്ചധികം ഒരു ആവറേജ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആവറേജ് എബോവ് ആവറേജ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ചോദിച്ചിരിക്കുന്നത്. 1-2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് അല്ലെ.
നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അത് കുറച്ച് അധികം ചിന്തിക്കേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ഇപ്പൊ മാച്ച് ദ ഫോളോവിങ് ആയാലും സ്റ്റേറ്റ്മെന്റ് ആയാലും കുറച്ചധികം ചിന്തിച്ച് സമയം കളയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്താണ് ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല. ഇവിടെ നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ഒരു പുതിയ ഒരു ബാച്ച് ഇവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് മെന്റർ സപ്പോർട്ടോട് കൂടി ടൈം ടേബിൾ ബേസ് ചെയ്ത് സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്കൊരു എക്സൈറ്റിംഗ് ഓഫറോട് കൂടിയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. 8590202323 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.